CPIM സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് തുടക്കം. പൊതുസമ്മേളനം നടക്കുന്ന ആശ്രാമ മൈതാനത്ത് സംഘാടക സമിതി ചെയർമാൻ KN ബാലഗോപാൽ കൊടിയുയർത്തി. സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയ നയരേഖ നാളെ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ആശ്രാമം മൈതാനത്ത് തയ്യാറാക്കിയ സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള പൊതുസമ്മേളന നഗറിലാണ് സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തിയത്. വയലാറിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു നയിക്കുന്ന ദീപശിഖ ജാഥയും കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ശൂരനാട് നിന്ന് നയിക്കുന്ന കൊടിമര ജാഥയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് കയ്യൂരിൽ നിന്ന് നയിക്കുന്ന പതാക ജാഥയും വൈകുന്നേരം ആശ്രാമ മൈതാനിയിലെ പൊതുസമ്മേളന നഗറിലേക്ക് എത്തിച്ചേർന്നു. 23 രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ജാഥകൾ സംഗമിച്ച് പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൌൺഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ദീപശിഖ സ്ഥാപിച്ചു. ഫെബ്രുവരി 6-ന് C. കേശവൻ സ്മാരക ടൌൺഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പാർട്ടി ദേശീയ കോർഡിനേറ്ററും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 486 പ്രതിനിധികളും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള 44 നിരീക്ഷകരും അതിഥികളും ഉൾപ്പെടെ 530 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, പിണറായി വിജയൻ, MA ബേബി, BV രാഘവലു, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, അശോക് ദാവളെ, A. വിജയരാഘവൻ, MV ഗോവിന്ദൻ എന്നിവരും മേൽക്കമ്മിറ്റിയുടെ ഭാഗമായി സമ്മേളനത്തിൽ പങ്കെടുക്കും. നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന് പേരിട്ട നയരേഖ നാളെ പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. സമ്മേളന അജണ്ടയിൽ നയരേഖ അവതരിപ്പിക്കലും ഉൾപ്പെടുത്തി. റിപ്പോർട്ടർ, കൊല്ലം.